ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, എ ജെ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ കേരള എഡ്യൂക്കേഷൻ റൂൾസ് എപ്പിസോഡ് 6 ചെയ്യുന്നത്. എപ്പിസോഡ് 6 എന്ന് പറയുന്നത് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതോടൊപ്പം 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അതിനുമുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ആരംഭിക്കാമല്ലോ. KSRൻ്റെയൊക്കെ എക്സാം ഏപ്രിൽ 24 തുടങ്ങിയാണ്. അപ്പോൾ KSRൻ്റെയും കുറച്ച് ക്ലാസ്സുകൾ ചെയ്യണം. KSR ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ മുമ്പ് ചെയ്ത ഒരു 10-12 വീഡിയോ, കുറച്ച് വീഡിയോ ഉള്ളൂ, അതുണ്ട്. അത് നിങ്ങൾ കാണുക, KSR എക്സാം എഴുതുന്നവർ. അതോടൊപ്പം ഇനി ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇനി അധികം ദിവസമില്ലാത്തതുകൊണ്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് മുൻകാല ചോദ്യോത്തരങ്ങൾ അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ഓർഡർ അനുസരിച്ച് പോകാമെന്നാണ് കരുതിയത്. KSR 1ാമത്തെ ചാപ്റ്റർ മുതൽ അങ്ങ് പോകാം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മുൻകാല ചോദ്യോത്തരങ്ങളിലൂടെയാണ് KSR പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്ലാസ്സും ഉടനെ ചെയ്യുന്നതാണ്. 24ാം എക്സാം. നിരവധി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് KSRൻ്റെ ക്ലാസ്. എന്തായാലും അത് നമുക്ക് ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഷെയർ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, ബെൽ ബട്ടൺ അമർത്തി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തടുത്ത ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം നോക്കാം. ദി ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു ഓപ്പൺ എ ന്യൂ സ്റ്റാൻഡേർഡ് നോട്ട് ഇൻവോൾവിംഗ് ദ റേസിംഗ് ഓഫ് ദ ഗ്രേഡ് ഓഫ് ദ സ്കൂൾ വിൽ ബി എൻ്റർടൈൻഡ് ബൈ. അതിൻ്റെ ആൻസർ എന്താണ്? ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്, DEO ആണ്. അതായത് ഒരു സ്കൂളിൻ്റെ ഗ്രേഡ് റേസ് ചെയ്യുന്നത് ഗ്രേഡ് ഉയർത്തുന്നത് ഉൾപ്പെടാത്ത ഒരു പുതിയ സ്റ്റാൻഡേർഡ്, ന്യൂ സ്റ്റാൻഡേർഡ് തുറക്കുന്നതിനുള്ള അനുമതിക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ആര് എന്നതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്താണ്? DEO ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. വൺ ഓഫ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് നോട്ട് ബി entered in an order granting recognition to a standard. Find out it അല്ലേ. One of the following details need not be entered in an order granting recognition to a standard. Find out it. അതിൻ്റെ ആൻസർ എന്താണ്? നെയിം ഓഫ് ഹെഡ് മാസ്റ്റർ എന്നാണ് അതിൻ്റെ ആൻസർ. അതായത് ഒരു സ്റ്റാൻഡേർഡിന് അംഗീകാരം നൽകുന്ന ഓർഡറിൽ ഈ പറയുന്ന ഇപ്പോൾ 4 ഓപ്ഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്ന വിശദാംശങ്ങളിലൊന്നും നൽകേണ്ടതില്ല അല്ലേ. ഒരു സ്റ്റാൻഡേർഡിന് അംഗീകാരം നൽകണം, റെക്കഗ്നേഷൻ ടു എ സ്റ്റാൻഡേർഡ്, ഗ്രാൻഡിങ് റെക്കഗ്നിഷൻ ടു എ സ്റ്റാൻഡേർഡ് അല്ലേ. അംഗീകാരം, ഒരു സ്റ്റാൻഡേർഡിന് അംഗീകാരം നൽകുന്നതിന് ഈ 4 ഓപ്ഷൻ പറയുന്നുണ്ട്. അതിൽ ഒരു വിശദാംശം നൽകേണ്ടത്. എന്തുവാണ് നൽകേണ്ടത്? ബാക്കിയൊക്കെ കൊടുക്കില്ല. എഡ്യൂക്കേഷൻ ഏജൻസി, നെയിം ഓഫ് ദ സ്കൂൾ, നെയിം ഓഫ് ലൊക്കേഷൻ ഓഫ് ദ സ്കൂൾ. പക്ഷേ C എന്ന് പറയുന്നത് എന്തുവാ? നെയിം ഓഫ് ഹെഡ്മാസ്റ്ററിൻ്റെ പേര് ഗ്രാൻഡിന് വേണ്ടി, സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് അംഗീകാരം നൽകുന്നതിന് വേണ്ടി നൽകേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നെയിം ഓഫ് ഹെഡ് മാസ്റ്റർ എന്നുള്ളതാണ്. നോക്കാം. വൺ ഓഫ് ദി ഫോളോയിങ് ഫെസിലിറ്റീസ് ഈസ് നോട്ട് കമ്പൽസറി ഇൻ LP സ്കൂൾസ്. ഫൈൻഡ് ഔട്ട് ഇറ്റ്. എന്താണ് ഇനി പറയുന്ന ഒരു സൗകര്യം LP സ്കൂളുകളിൽ നിർബന്ധമല്ല. ഇനി അതോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാൽ നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. ഏതാണത്? ലൈബ്രറി റൂം കേട്ടോ. ഓർത്തിരിക്കുക, ലൈബ്രറി റൂം എന്ന് പറയുമ്പോൾ LP സ്കൂളാണ് കേട്ടോ. നോട്ട് കമ്പൽസറി ഇൻ LP സ്കൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തുവാ? ലൈബ്രറി റൂം. ഓക്കെ, അടുത്ത് നോക്കാം. ദി ടൈം ഓഫ് പബ്ലിക്കേഷൻ ഓഫ് നോട്ടീസ് കോളിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ ഓപ്പണിംഗ് ഓഫ് ന്യൂ സ്കൂൾ ഈസ് ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ B ആണ്. വെൻ ഫൈനൽ ലിസ്റ്റ് ഓഫ് ഏരിയാസ് ഈസ് പബ്ലിഷ്ഡ് അല്ലേ. പുതിയ സ്കൂൾ ആരംഭിക്കുന്നതിനു അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന സമയം എന്നാണ്, ടൈം അല്ലേ. പുതിയ സ്കൂൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന സമയമാണ് ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? വെൻ ഫൈനൽ ലിസ്റ്റ് ഓഫ് ഏരിയാസ് ഈസ് പബ്ലിഷ് അല്ലേ. പ്രദേശങ്ങളുടെ ഏരിയയുടെ അന്തിമ പട്ടിക, ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ആ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അടുത്തത് 5ാമത്തെയാണ് അല്ലേ. ഓക്കെ, ടു open a new recognized LP school other than aided shall furnish a financial guarantee of rupees അല്ലേ. ടു ഓപ്പൺ a new recognized LP school other than aided shall furnish a financial guarantee of rupees എത്രയാണ്?
റുപ്പീസ് 750 ആണ് അല്ലേ. അതായത് എയ്ഡഡ് ഒഴികെയുള്ള പുതിയ അംഗീകൃത ലോവർ പ്രൈമറി സ്കൂൾ LP സ്കൂളാണ് ആരംഭിക്കുന്നതിന് എത്ര രൂപയുടെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയാണ് നൽകുന്നത് അല്ലേ. എയ്ഡഡ് ഒഴികെയുള്ള പുതിയ അംഗീകൃത LP സ്കൂൾ ആരംഭിക്കുന്നതിന് എന്താണ് വേണ്ടത്? ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എത്രയാണ്? റുപ്പീസ് 750 രൂപയുടെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയാണ്. അടുത്ത് നോക്കാം, ക്ലോസർ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ഈസ് ഡെൽറ്റ് വിത്തിൻ. പ്രൈവറ്റ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതിന് അടയ്ക്കുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ക്ലോസർ ഓഫ് പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്ന ഏത് റൂളാണ്? റൂൾ 24 ക്ലോസ് 1 ചാപ്റ്റർ 5 അല്ലേ. ചാപ്റ്റർ 5 റൂൾ 24 ആദ്യത്തെ ഇതാണ് അല്ലേ. ഒന്നാമത്തെ ക്ലോസ് പ്രകാരമാണ് എന്താണ് ക്ലോസർ ഓഫ് പ്രൈവറ്റ് സ്കൂൾസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത് നോക്കാം, എന്താണ് ദി അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു സാങ്ഷൻ ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിങ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് അല്ലേ. അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു സാങ്ഷൻ ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിങ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. അതായത് ഓണർഷിപ്പ് ചേഞ്ച് ഉൾപ്പെടുന്ന എന്താണ് മാനേജ്മെൻറ്റിൻ്റെ മാറ്റം അനുവദിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഓണർഷിപ്പ് ഉൾപ്പെടെയാണ് അല്ലേ. ഉടമസ്ഥാവകാശം ഉൾപ്പെടെ മാറ്റപ്പെടുന്ന മാനേജ്മെൻറ്റിൻ്റെ മാറ്റം അനുവദിക്കുന്നതിനുള്ള പെർമിറ്റ് ചെയ്യുന്നുള്ള അതിൻ്റെ സാങ്ഷൻ നൽകുന്ന ആരാണ്? ഡയറക്ടറാണ് അല്ലേ. അതിൻ്റെ ആൻസർ എന്താണ്? ഡയറക്ടർ എന്നുള്ളതാണ്. അവിടെ നോക്കാം, ദ ടൈം ലിമിറ്റ് ഓഫ് നോട്ടീസ് ടു ബി ഗിവൺ ബൈ ദ മാനേജേഴ്സ് ടു ദ ഡയറക്ടർ ഫോർ ക്ലോസർ ഓഫ് ദെയർ സ്കൂൾ അല്ലേ. നോക്കാം, ദ ടൈം ലിമിറ്റ് ഓഫ് നോട്ടീസ് എന്താണ്? ടു ബി ഗിവൺ ബൈ ദ മാനേജേഴ്സ് ടു ദ ഡയറക്ടർ ഫോർ ക്ലോസർ ഓഫ് ദ സ്കൂൾ. അതിൻ്റെ ആൻസർ എന്താ? 1 year ആണ് അല്ലേ. സ്കൂൾ ക്ലോഷർ ചെയ്യുന്നതിന് മാനേജർമാർ ഡയറക്ടർക്ക് നൽകേണ്ട നോട്ടീസിൻ്റെ സമയപരിധിയാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ ക്ലോഷർ ചെയ്യുന്നതിന് മാനേജർമാർ ഡയറക്ടർക്ക് നൽകേണ്ട നോട്ടീസിൻ്റെ സമയപരിധിയാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1 year അല്ലേ. 1 വർഷം മുമ്പ് കൊടുക്കണം. അതായത് നമ്മൾ മുമ്പത്തെ വീഡിയോ പഠിപ്പിച്ചിട്ടാണ് മെയ് 31 കട്ട് ഓഫ് ഡേറ്റ് വെച്ചാണ് 1 വർഷം മുമ്പാണ് അപേക്ഷ നൽകേണ്ടത് അല്ലേ. മെയ് 31 കട്ട് ഓഫ് ഡേറ്റ് വെച്ച് 1 വർഷം മുമ്പ്. ഓക്കെ, അടുത്ത് നോക്കാം, എന്താണ് ഗാർഡിയൻ മീൻസ്? ഗാർഡിയൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഗാർഡിയൻ എന്ന് വെച്ചാൽ എന്താണ്? 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് അല്ലേ. എ പേഴ്സൺ ഹാവിങ് ദ കെയർ ഓഫ് ദ ചൈൽഡ് വെൻ ബോത്ത് ദ ഫാദർ ആൻഡ് മദർ ആർ എലൈവ് എന്നാണ്. അച്ഛനും അമ്മയും ഫാദറും മദറും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുട്ടിയെ പരിപാലിക്കുന്ന ആരാണ്? അതാണ് ഗാർഡിയൻ എന്ന് അർത്ഥമാക്കുന്നത്. കുട്ടിയെ പരിപാലിക്കുന്ന ഒരാൾ, അതാണ് ഗാർഡിയൻ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുട്ടിയെ പരിപാലിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാർഡിയൻ എന്ന മീനിങ്ങിൽ പറയുന്നത്. ഓക്കെ, അവിടെ നോക്കാം, എന്താണ് ഡെലിഗേഷൻ ഓഫ് സാങ്ഷൻ ഓഫ് ബൈഫക്കേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സ്കൂൾ ആസ് സെപ്പറേറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് സ്കൂൾസ് ഈസ് വേസ്റ്റഡ് വിത്ത്. എന്താണ് എൻ്റെ ആൻസർ? എന്താണ്? ഡയറക്ടർ വിത്ത് പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ് അനുവാദത്തോടെ ഡയറക്ടറാണ്, ഗവൺമെൻറ് പെർമിഷനോടെ ഡയറക്ടറാണ് അത് അനുവാദം തരേണ്ടത്. എന്തുവാണ്? അതായത് നിലവിലുള്ള സ്കൂൾ അല്ലേ. ആ ഉള്ള സ്കൂളിനെ ആൺകുട്ടികളും പെൺകുട്ടികളുള്ള സ്കൂളായിരിക്കും. അപ്പോൾ നിലവിലുള്ള സ്കൂളിനെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രത്യേകമായുള്ള സ്കൂളായി വിഭജിക്കാനുള്ള അനുമതി നൽകേണ്ടത് ആര് എന്നാണ് ചോദ്യം അല്ലേ. സെപ്പറേറ്റ് ആയിരിക്കണം. നിലവിൽ ഒരു സ്കൂള് ആൺകുട്ടികളും പെൺകുട്ടികളാണ്, ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ളത്. അപ്പോൾ ഈ ബോയ്സ് സ്കൂളിൽ നിന്നും ഗേൾസ് സ്കൂളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, വിഭജിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുമതി നൽകേണ്ടത് ആരാണ്? ഡയറക്ടറാണ്. ഡയറക്ടർക്ക് ചുമ്മാ തരാൻ പറ്റില്ല. ഇപ്പോൾ എന്താ? ഡയറക്ടർ വിത്ത് പെർമിഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഇതാണ് അതിൻ്റെ ആൻസർ. അവിടെ നോക്കാം, എന്താണ് എ ലിസ്റ്റ് ഓഫ് ഓൾ സ്കൂൾസ് ബോത്ത് ഗവൺമെൻറ് പ്രൈവറ്റ് ഷാൾ ബി പബ്ലിഷ്ഡ് ബൈ ദ. എന്താണ്? ഈ ലിസ്റ്റ് ഓഫ് ഓൾ സ്കൂൾസ് ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഷാൾ ബി പബ്ലിഷ്ഡ് ബൈ ദ. എന്താണ്? ആരാണ് പബ്ലിഷ് ചെയ്യേണ്ടത്? ലിസ്റ്റ് ഓഫ് സ്കൂൾസ് ഗവൺമെൻറ്റിൻ്റെ ആയാലും സ്വകാര്യ സ്കൂളിൻ്റെ ആയാലും അത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അതല്ലേ. എൻ്റെ ആൻസർ എന്താണ്? ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അടുത്തെന്താണ്? ദി അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു ചേഞ്ച് ദ നെയിംസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് സ്കൂൾസ് ഈസ്. പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളുടെ പേരുകൾ മാറ്റാൻ അധികാരമുള്ളത് ആർക്കാണ്?
ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുടെ പേര് മാറ്റാം, ചേഞ്ച് ദ നെയിം അല്ലേ. അതാരാണ്? ദ DGE ആണ് അല്ലേ. DGE ബാർ ദ DD ഡിസ്ട്രിക്ട് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അല്ലേ. ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ആ സ്കൂളുകളുടെ, പ്രൈവറ്റ് ആയാലും സർക്കാർ സ്കൂളായാലും അതിൻ്റെ പേരുകൾ ചേഞ്ച് ദ നെയിംസ് അതിനുള്ള അധികാരം ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നോക്കാം. ദ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഫ്രം എ എഡ്യൂക്കേഷൻ ഏജൻസി ഓഫ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ ഷാൾ ബി ഫർണിഷ്ഡ് ബൈ വേ ഓഫ് ഡാഷ്. അതിൻ്റെ ആൻസർ എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ പോസ്റ്റൽ ഓർ ട്രഷറി സേവിങ്സ് ബാങ്ക്. അതായത് അംഗീകൃത സ്കൂളിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഏജൻസിയിൽ നിന്നുള്ള ഫിനാൻഷ്യൽ ഗ്യാരണ്ടി നൽകുന്ന വഴി ഏതാണ്? എങ്ങനെയാണ്? ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ പോസ്റ്റൽ അല്ലെങ്കിൽ TSB എന്ന് വെച്ചാൽ ട്രഷറി സേവിങ്സ് ബാങ്കിലൂടെയാണ് അംഗീകൃത സ്കൂളിൻ്റെ എഡ്യൂക്കേഷൻ ഏജൻസിയിൽ നിന്നുള്ള ഫിനാൻഷ്യൽ ഗ്യാരണ്ടി നൽകപ്പെടുന്നത്. നോക്കാം. റെൻറ്റ് need not be levied from the following parties for conduct of meeting etc. in respect of school buildings. അതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്, കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ബൈ ഗവൺമെൻറ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത് അല്ലേ. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് സ്കൂൾ കെട്ടിടങ്ങൾ വിട്ടുകൊടുക്കും. എന്താണ് എൻ്റെ ഇത്? അതായത് സ്കൂൾ കെട്ടിടങ്ങളിൽ മീറ്റിംഗ് നടത്തുന്നതിന് ഇനി പറയുന്ന കക്ഷികളിൽ നിന്ന് റെൻ്റ് ഈടാക്കേണ്ടതില്ല അല്ലേ, വാടക ഈടാക്കേണ്ട. സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്ന് മീറ്റിംഗ് നടത്തുന്നതിന് ഇനി പറയുന്ന കക്ഷികളിൽ നിന്ന് വാടക ഈടാക്കേണ്ടതില്ല. ഏതാണ്? പ്രൈവറ്റ് പാർട്ടീസ് ഫോർ കണ്ടക്ടിങ് മീറ്റിംഗ്. പ്രൈവറ്റ് പാർട്ടീസ് ആണെങ്കിൽ ഈടാക്കണം അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസ്, ലൈബ്രറീസ്, അതൊന്നും പറ്റത്തില്ല. പിന്നെ എന്താ? കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ബൈ ഗവൺമെൻറ് അല്ലേ. ഇലക്ഷന് വേണ്ടിയിട്ട് അത് സ്കൂൾ കെട്ടിടങ്ങളിൽ ഇലക്ഷൻ നടത്താൻ വോട്ടെടുപ്പൊക്കെ നടക്കുമ്പോൾ അതിന് വാടകയൊന്നും വാങ്ങാൻ പാടില്ല. ഓക്കെ, അടുത്ത് നോക്കാം. വെൻ മോർ ദാൻ വൺ സ്കൂൾ ഈസ് അണ്ടർ ദ സെയിം എഡ്യൂക്കേഷൻ ഏജൻസി, ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേറ്റ്, ദ അഗ്രിഗേറ്റ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഫോർ ഓൾ ദീസ് സ്കൂൾസ് ഷാൾ ബി ഡാഷ്. എന്താണ്? വെൻ മോർ ദാൻ വൺ സ്കൂൾ ഈസ് അണ്ടർ ദ സെയിം എഡ്യൂക്കേഷൻ ഏജൻസി, ഒന്നിൽ കൂടുതൽ സ്കൂളുകൾ ഒരേ എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലായിരിക്കുമ്പോൾ, ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേറ്റ് അല്ലേ, വ്യക്തിഗതമായാലും കോർപ്പറേറ്റ് അല്ലേ ആ സ്കൂളുകൾ, ഈ സ്കൂളുകൾക്കായുള്ള ആകെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എത്രയാണ്? ഒന്നിൽ കൂടുതൽ സ്കൂളുകൾ ഒരേ എഡ്യൂക്കേഷൻ ഏജൻസി കീഴിലായിരിക്കുമ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിരിക്കാം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആയിരിക്കാം, എന്നാലും ആ സ്കൂളുകൾക്കായുള്ള ആകെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എത്രയാണ്? ₹5,000 ആണ്. 5000 രൂപയാണ്. ₹5,000 ആണ് എൻ്റെ ആൻസർ. If a private school ceases to exist or is transferred to a different locality or to a different education agency without the sanction of the competent authority, the recognition granted to it shall lapse. Quote the rule. അല്ലേ, എന്താണ്? If a private school ceases to exist or is transferred to a different locality or to a different education agency without the sanction of the competent authority, the recognition granted to it shall lapse. അല്ലേ, അതിൻ്റെ അംഗീകാരം നഷ്ടമാകുന്നു അല്ലേ. എങ്ങനെയാണ്? അനുവാദമില്ലാതെ അല്ലേ എഡ്യൂക്കേഷൻ ഏജൻസിയിലേക്ക് മാറ്റണം, അല്ലെ പ്രൈവറ്റ് സ്കൂൾ നിർത്തുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസ്ഫർ ടു എ ഡിഫറെൻറ്റ് മറ്റൊരു പ്രദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻസിലേക്ക് ഇത് കൊടുക്കുന്നതൊക്കെ ഇത് ആരുടെ സാങ്ഷൻ വേണം? വിത്തൗട്ട് സാങ്ഷൻ ഓഫ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണം. ഇനി അഥവാ കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ സാങ്ഷൻ ഇല്ലാതെയാണ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അതായത് അതിൻ്റെ ആ സ്കൂളിൻ്റെ അംഗീകാരം എന്ത് ചെയ്യും? നഷ്ടപ്പെടും, ലാപ്സ് ആവും അല്ലേ. അത് റെക്കഗ്നേഷൻ ഗ്രാൻഡഡ് ടു ഇറ്റ് ഷാൽ ലാപ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഏത് റൂൾ പ്രകാരമാണ് എന്നാണ് ചോദിക്കുന്നത്. റൂൾ 29 ഓഫ് ചാപ്റ്റർ 5 അല്ലേ. ചാപ്റ്റർ 5 റൂൾ 29 അത് ബൈ ഹാർട്ട് ചെയ്യണം. റൂൾ 29 എന്ന് പറയുന്നത് ഓർത്താൽ മതി. എന്താണ്? വിത്തൗട്ട് സാങ്ഷൻ അല്ലേ. വിത്തൗട്ട് സാങ്ഷൻ എന്താണ്? പ്രൈവറ്റ് സ്കൂൾ സീസസ്
ടു എക്സിസ്റ്റ് ഓർ ഈസ് ട്രാൻസ്ഫർ ടു എ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി. അത് ഓർത്താൽ മതി അല്ലേ. വിത്തൗട്ട് ദ സാങ്ഷൻ ഓഫ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ദ റെക്കഗ്നേഷൻ ഗ്രാൻഡ് ടു ഇറ്റ് ഷാൽ ലാപ്സ്. അടുത്ത് നോക്കാം. ബിഫോർ recognition is withdrawn from any school, the management of the school shall be given dash notice of the intention to do so. Before recognition is withdrawn from any school, the management of the school shall be given dash notice of the intention to do so. 1 month ആണ് അതിനകത്ത്. അതായത് ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ അംഗീകാരം റെക്കഗ്നേഷൻ പിൻവലിക്കുന്നതിന് മുമ്പ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് എത്ര നാളെ മുമ്പുള്ള അറിയിപ്പാണ് കൊടുക്കേണ്ടത്? 1 മാസം മുമ്പുള്ള 1 മന്താണ്. 1 മാസം മുമ്പ് അറിയിപ്പ് നൽകണം. അംഗീകാരം പിൻവലിക്കുമ്പോൾ 1 മാസം മുമ്പ് ആ സ്കൂൾ മാനേജ്മെൻറ്റിന് എന്ത് നൽകണം? നോട്ടീസ് നൽകണം. Any person aggrieved by an order of the district education officer refusing to grant recognition to a school within from the date of order appeal to the director. അല്ലേ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ DOയുടെ ഏതെങ്കിലും ഒരു ഉത്തരവിനാൽ അഗ്രീവ്ഡ് എന്ന് പറയുമ്പോൾ ദുഃഖിതൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതായത് DDOയുടെ ഉത്തരവിനാൽ ദുഃഖിതനായ ഏതൊരാൾക്കും താങ്കൾ എന്തിനാണ് അഗ്രീവാകുന്നത് അല്ലേ, ദുഃഖിക്കുന്നത്, അത് സ്കൂളിൻ്റെ അംഗീകാരമായിട്ട് മാറും. സ്കൂളിന് അംഗീകാരം നൽകുന്നതിന് DOയ്ക്ക് വിസമ്മതമാണ്. സ്കൂളിന് അംഗീകാരം നൽകുന്നതിന് DO വിസമ്മിക്കുന്നത് മൂലമാണ് ആ ഒരു പേഴ്സണ് എന്താ പറയുക വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഡയറക്ടർക്ക് അപ്പീൽ നൽകാം അല്ലേ. ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ഇങ്ങനെ ഒരു DDOയുടെ ഓർഡർ സ്കൂളിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറുടെ ഉത്തരവ് മൂലം വിഷമിക്കുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാം? അപ്പീൽ പോകാം. ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? ഡയറക്ടർക്കാണ് നൽകേണ്ടത്. അത് എത്ര ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് ഇവിടെ ചോദ്യം. എത്ര ദിവസമാണ്? ഓർഡർ തീയതി മുതൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ അല്ലേ, ഓർഡർ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകേണ്ടത്. അപ്പം എൻ്റെ ആൻസർ 30 days ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഫോർ റെക്കഗ്നേഷൻ മേ ബി സബ്മിറ്റഡ് ഇൻ അല്ലേ. റെക്കഗ്നേഷൻ സ്കൂളിൻ്റെ അംഗീകാരത്തിനുള്ള ആപ്ലിക്കേഷൻ ഏത് ഫോമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫോം നമ്പർ 2 ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോർ റെക്കഗ്നേഷൻ ഫോം 2, ഫോം നമ്പർ 2, ആപ്ലിക്കേഷൻ ഫോർ റെക്കഗ്നേഷൻ ഫോം നമ്പർ 2. ഓക്കെ. ഇഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഈസ് imparted during school hours, the number and duration of the periods as required by the syllabus shall not thereby be reduced in any way as per rule. അല്ലേ, സ്കൂൾ സമയങ്ങളിൽ മതപരമായ റിലീജിയസ് ആയിട്ടുള്ള അല്ലേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, സ്കൂൾ സമയങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ സിലബസിന് ആവശ്യമായ കാലയളവുകളുടെ എണ്ണവും അതുപോലെ അതിൻ്റെ പീരീഡും അല്ലെ കാലാവധിയും ഒരു തരത്തിലും കുറയ്ക്കില്ല. ഇത് പറയുന്നത് ഏത് റൂൾ പ്രകാരമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ എന്താ? റൂൾ 18 ചാപ്റ്റർ 4 ആണ് കേട്ടോ. ചാപ്റ്റർ 4 റൂൾ 18 ക്ലോസ് 1 പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, അത് കീവേഡ് ഓർത്താൽ മതി. റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, സ്കൂൾ ഹവേഴ്സ്, അതൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ റിഗാർഡിംഗ് ഓപ്പണിംഗ് ഓഫ് സ്കൂൾസ് ആൻഡ് റിന്യൂവൽ ഓഫ് rejected applications are dealt with in. ഇതാണ് അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ റിഗാർഡിംഗ് ഓപ്പണിംഗ് ഓഫ് സ്കൂൾസ് ആൻഡ് റിന്യൂവൽ ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ് ആർ ഡെൽറ്റ് വിത്ത് ഇൻ. അതായത് സ്കൂളുകൾ തുറക്കുന്നതും നിരസിച്ച അപേക്ഷകൾ പുതുക്കുന്നതും സംബന്ധിച്ച ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതും അല്ലേ, സ്കൂൾ തുറക്കുന്നതും നിരസിച്ച അപേക്ഷകൾ പുതുക്കുന്നതും സംബന്ധിച്ച ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റൂൾ 12 ആണ്, ചാപ്റ്റർ 5 ക്ലോസ് 1 ആണ്. റിജക്റ്റഡ് ആപ്ലിക്കേഷൻ, റിന്യൂവൽ ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ് അല്ലേ അപ്പീൽ നൽകുന്നത്. ഓക്കെ, നോക്കാം. റെക്കഗ്നേഷൻ ഷാൽ ബി വിഡ്രോൺ in cases of mismanagement as per rule അല്ലേ.
റെക്കഗ്നീഷൻ ഷാൾ ബി വിഡ്രോൺ ഇൻ കേസ് ഓഫ് മിസ്മാനേജ്മെൻറ്റ് ആസ് പെർ റൂൾ. സ്കൂളിൻ്റെ അംഗീകാരം റെക്കഗ്നേഷൻ അല്ലേ, സ്കൂളിൻ്റെ അംഗീകാരം വിഡ്രോ ചെയ്യാം, റെക്കഗ്നേഷൻ വിഡ്രോ ചെയ്യാം ഇൻ കേസ് ഓഫ് മിസ്മാനേജ്മെൻറ്റ് മൂലം സ്കൂളിൻ്റെ അംഗീകാരം എന്താ പറയുക വിഡ്രോ ചെയ്യാം. ഇത് പറയുന്നത് ആസ് പെർ ഏത് റൂൾ പ്രകാരമാണ്? റൂൾ 23 ഓഫ് ചാപ്റ്റർ 5. അപ്പോൾ റൂൾ 23 ഓഫ് ചാപ്റ്റർ 5 എന്ന് പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് മിസ്മാനേജ്മെൻ്റ് ആണ്, റെക്കഗ്നേഷൻ നഷ്ടപ്പെടുന്നതാണ് അല്ലേ മിസ്മാനേജ്. അപ്പോൾ ആ മിസ്മാനേജ്മെൻറ്റ് റൂൾ 23 ഓഫ് ചാപ്റ്റർ 5 ആണ്. In the case of concrete walls, the distance of a school shall not be less than 25 meters ആണ് അല്ലേ. In the case of concrete walls, the distance of a school shall not be less than എത്രയാണ്? 25 meters. കോൺക്രീറ്റ് വോൾസുകളുടെ കാര്യത്തിൽ, നിലവറകൾ എന്നാണ് പറയുന്നത്, വോൾസ് എന്ന് പറയുന്നത് അല്ലേ. കോൺക്രീറ്റ് നിലവറകളുടെ അല്ല വോൾസുകളുടെ കാര്യത്തിൽ ഒരു സ്കൂളിൻ്റെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്ററിൽ കുറവായിരിക്കരുത്. നോട്ട് ബി ലെസ് ദാൻ ആണ് കേട്ടോ. നോട്ട് ബി ലെസ് ദാൻ 25 മീറ്ററിൽ കുറവായിരിക്കരുത്. A fee of dash shall be levied in respect of every application for permission to open a lower primary school or a junior basic school അല്ലേ. A fee of എത്രയാണ്? A fee of 10 10 ആണ്. shall be levied in respect of every application for permission to open a ലോവർ പ്രൈമറി സ്കൂൾ ഓർ ജൂനിയർ ബേസിക് സ്കൂൾ. LP സ്കൂൾ അല്ലെങ്കിൽ എന്താ പറയുക ജൂനിയർ ബേസിക് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിനല്ലേ, ആരംഭിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ അത് എത്രയാണ്? RS 10 ആണ് അല്ലേ. ഒരു LP സ്കൂൾ അല്ലെങ്കിൽ ഒരു ജൂനിയർ സ്കൂൾ തുറക്കുന്നതിനുള്ള അനുമതി പെർമിഷനായിട്ട് അനുമതിക്കായിട്ട് എല്ലാ അപേക്ഷയ്ക്കും എത്ര രൂപയാണ് ഫീസ് ഈടാക്കുന്നത്? അപേക്ഷാ ഫീസ് എത്രയാണ്? RS 10 ആണ്. പ്രത്യേകം ഓർക്കുക, LP സ്കൂൾ ആൻഡ് അല്ലെങ്കിൽ ജൂനിയർ ബേസിക് സ്കൂളാണ് ഫീ ആണ് കേട്ടോ. പെർമിഷൻ ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ഫീ ആണ്. ഓക്കെ, അടുത്ത നോക്കാം. പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ ഡയറക്ടർ ഷാൾ ബി ഒബ്റ്റൈൻ ടു അക്കോർഡ് ടെമ്പററി റെക്കഗ്നീഷൻ ബിയോണ്ട് അല്ലേ, 3 വർഷത്തിനപ്പുറം. അതിൻ്റെ ആൻസർ എന്താ? 3 years ആണ്. 3 years. അതായത് താൽക്കാലിക അംഗീകാരം ലഭിക്കുന്നതിന് ഡയറക്ടറുടെ പ്രീവിയസ് അപ്രൂവൽ എപ്പോഴാണ്? 3 വർഷത്തിനപ്പുറമാണ് ലഭിക്കുന്നത്. താൽക്കാലിക അംഗീകാരം ലഭിക്കുന്നതിന് ഡയറക്ടറുടെ പ്രീവിയസ് അപ്രൂവൽ ലഭിക്കുന്നത് 3 വർഷത്തിനപ്പുറമാണ്. 3 years ആണ് ഇവിടെ ആൻസർ. അവിടെ നോക്കാം. ദി ഹെഡ് മാസ്റ്റർ ഹാസ് ടു കൺസൾട്ട് വിത്ത് ഡാഷ് ബിഫോർ ഗ്രാൻഡിങ് പെർമിഷൻ ടു ദ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഫോർ ഹോൾഡിംഗ് മീറ്റിംഗ്സ് ഇൻ ദ സ്കൂൾ പ്രൊമൈസസ്. എന്താണ്? ഹെഡ് മാസ്റ്റർ ഹാസ് ടു കൺസൾട്ട് വിത്ത്. ഹെഡ് മാസ്റ്റർ കൺസൾട്ട് ചെയ്യണം. ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഹെഡ് മാസ്റ്റർ കൺസൾട്ട് ചെയ്യുന്നത്? ബിഫോർ ഗ്രാൻഡിങ് പെർമിഷൻ ടു ദ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അല്ലേ, കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സംഘടനകൾക്ക് മീറ്റിങ്ങുകൾ നടത്താൻ സ്കൂൾ കോമ്പൗണ്ട്, സ്കൂൾ പ്രൊമൈസ്, സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥി സംഘടനയ്ക്ക് സ്കൂൾ പരിസരത്ത് മീറ്റിംഗ് നടത്താൻ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് ഹെഡ് മാസ്റ്റർ ആരുമായിട്ടാണ് കൂടിയാലോചിക്കേണ്ട ആരുമായിട്ടാണ്? സ്റ്റാഫ് കൗൺസിലുമായിട്ട് കൂടിയാലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? സ്റ്റാഫ് കൗൺസിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദി ഓർഡർ ഗ്രാൻഡിങ് റെക്കഗ്നീഷൻ ടു സ്റ്റാൻഡേർഡ് ഷാൾ നോട്ട് സ്പെസിഫൈ. ഇതാണ് ആൻസർ. ചോദ്യം റെക്കഗ്നേഷൻസ്, ദ ഓർഡർ ഗ്രാൻഡിങ് റെക്കഗ്നേഷൻസ് ടു സ്റ്റാൻഡേർഡ് ഷാൾ നോട്ട് സ്പെസിഫൈ എന്താണ്? എ ഗ്രൗണ്ട് പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ് എന്നുള്ളതാണ് എൻ്റെ ആൻസർ അല്ലേ. ദ ഓർഡർ ഗ്രാൻഡിങ് റെക്കഗ്നേഷൻ ടു സ്റ്റാൻഡേർഡ് ഷാൾ നോട്ട് സ്പെസിഫൈ. സ്റ്റാൻഡേർഡിന് അംഗീകാരം നൽകുന്ന ഓർഡർ വ്യക്തമാക്കില്ല. എന്താണ് അതിൻ്റെ അടിസ്ഥാന ആൻസർ? എന്താണ്? ഗ്രൗണ്ട് പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിൻ്റെ അടിസ്ഥാന പദ്ധതി എന്നാണ് ഗ്രൗണ്ട് പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ്. The authority to approve school sites and plans for the construction of and structural alterations to school buildings is dash. Option C ആണ് district educational office. അപ്പോൾ എന്താണ്? സ്കൂൾ സൈറ്റുകൾ അംഗീകരിക്കുന്നതിനും സൈറ്റ്സ് ആൻഡ് പ്ലാൻസ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഘടനാപരമായ സാക്ഷ്യപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ അംഗീകരിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് എന്നാണ് ചോദ്യം അല്ലേ. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ് അതിൻ്റെ ആൻസർ.
എന്താണ് സ്കൂൾ സൈറ്റുകൾ അംഗീകരിക്കുന്നതും വെബ്സൈറ്റുകളൊക്കെ അത് അംഗീകരിക്കുന്നതിനും സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഘടനാപരമായ സാക്ഷ്യപ്പെടുത്തുന്നതിനുമുള്ള പ്ലാൻസ് പദ്ധതികൾ അംഗീകരിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി ആണ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അപ്പോൾ നമ്മൾ കുറേയധികം ചോദ്യങ്ങൾ 28ഓളം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 5ാമത്തെ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാമെന്ന് കരുതിയാണ്. 5ാമത്തെ ചാപ്റ്ററിൽ ഏകദേശം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്ററിലാണ്. അപ്പോൾ 7ാമത്തെ എപ്പിസോഡിലൂടെ 6ാമത്തെ ചാപ്റ്ററുമായിട്ട് വരാമെന്ന് കരുതുന്നു. അതിനു മുമ്പ് KSRൻ്റെ ഒരു ക്ലാസ് നമ്മൾ നൽകും. KSRൻ്റെ മുൻകാല ചോദ്യോത്തരങ്ങളാണ് നൽകാമെന്ന് കരുതുന്നത് ഓരോ എപ്പിസോഡായിട്ട്. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ടവരെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.